സർ, ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഈ സമയത്ത് കോൺഗ്രസ് മുഖം മിനുക്കാനുള്ള ശ്രമം നടത്തുന്നു. അതായത് KPCC പ്രസിഡന്റായ കെ സുധാകരനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് പുതിയ ആളെ അവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ കെ സുധാകരൻ നേരത്തെയൊക്കെ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കാരണം VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമായിട്ട് അത്ര യോജിപ്പിലല്ല എന്നാണ് വാർത്തകളൊക്കെ വന്നത്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ചു. കെ സുധാകരൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുത്താൽ ഞാൻ അതിനോട് യോജിക്കും എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ തയ്യാറാണ്. ഇതിന് പിന്നിൽ വല്ല അജണ്ടയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് പിന്നെ സിനുജി പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആസന്നാവസ്ഥ മാത്രമല്ല, അതിനുപരി കേരളത്തിൽ പിന്നെ ഈ KPC നേതൃമാറ്റം ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. കാരണം അടുത്ത പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പോൾ ഈ MLA-മാരുടെ പെർമുട്ടേഷൻ കോമ്പിനേഷൻ നടക്കുമല്ലോ. അപ്പോൾ സുധാകരനെ പോലെ ഒരാൾ KPC നേതൃത്വത്തിൽ ഇരിക്കുന്നത് പലരുടെയും താല്പര്യത്തിന് ഗുണകരമാകില്ല. പിന്നെ മാത്രമല്ല സുധാകരനെ മാറ്റാൻ കേന്ദ്രം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നു. ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം UDF-ന് കിട്ടി. അല്ല, 2 സീറ്റ് തൃശ്ശൂരും പിന്നെ ഒറ്റപ്പാലവും ഒഴിച്ചിട്ടുള്ള എല്ലാ സീറ്റും കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു KPC പ്രസിഡന്റിനെ മാറ്റുന്നത് എന്തിനാണെന്ന് അവർ ന്യായമായും ആലോചിക്കും. പക്ഷേ ഇവിടുത്തെ പ്രഷർ വളരെ ശക്തമാണ്. KC വേണുഗോപാൽ വഴി കേരളത്തിലെ നേതാക്കൾ നടത്തുന്ന നീക്കം അതിശക്തമാണ്. പക്ഷേ രമേശ് ചെന്നിത്തല കെ സുധാകരന് അനുകൂലവുമാണ്. മാറ്റണമെന്നുള്ളതിൻ്റെ മുഖ്യമായ ആവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തു നിന്നാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും തമ്മിൽ നല്ല സുഖത്തിലല്ല, പരസ്യമായി തന്നെ അവർ മല്ലിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സുധാകരനെ മാറ്റിയാൽ പിന്നെന്ത്? അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെയും കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെയും ആഗ്രഹം ഒരു ക്രിസ്ത്യൻ നേതാവ് KPC പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രസിഡൻ്റായിട്ട് വരട്ടെ എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെയാണ് സണ്ണി ജോസഫിൻ്റെയും ആൻ്റണിയുടെയും പേര് ഉയർന്നു വന്നിരിക്കുന്നത്. പത്രങ്ങളൊക്കെ കുറേ ദിവസങ്ങളായി ഈ പേരുകൾ ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരനെ പെട്ടെന്ന് ഡൽഹിയിൽ വിളിപ്പിച്ച് ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നു എന്ന ഭാവത്തിൽ ഈ കാര്യം അറിയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ടും കണ്ണൂരും വന്ന് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ ഞാൻ മാറിയിക്കാം എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായം അതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പത്രവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിരമിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകി. അതെന്തെന്ന് വെച്ചാൽ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കുകയാണ് തൻ്റെ ഇപ്പോഴുള്ള ലക്ഷ്യം. പിണറായി വിജയനെ അധികാരഭ്രഷ്ടനാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാഷ്ട്രീയം മതിയാക്കും, രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം വിരമിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. സുധാകരനെ മാറ്റാൻ ആവേശം കൂട്ടിയവർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന് ആരോഗ്യം ഇല്ല, അദ്ദേഹത്തിന് ഒരുപാട് രോഗങ്ങളുണ്ടെന്നൊക്കെയാണ്. എന്താണ് സുധാകരൻ്റെ രോഗമെന്ന് നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഇത് പണ്ട് കോൺഗ്രസിനകത്ത് ഈ ഒതുക്കൽ രാഷ്ട്രീയക്കാർ പലപ്പോഴും ഒതുക്കാൻ ഉദ്ദേശിക്കുന്ന നേതാവിന് അസുഖമാണ്, രോഗമാണ്, അതുകൊണ്ട് പ്രചരിപ്പിക്കും. സ്റ്റാമിന ഇല്ല. വൈതാളികന്മാരെല്ലാ ഗ്രൂപ്പുകളായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവർ കേരളം മുഴുവൻ പറയും സുധീരന് ആരോഗ്യമില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കൾക്കൊക്കെ രോഗം കൽപ്പിച്ച് അനാരോഗ്യം പറഞ്ഞ് അവർ സജീവമാകാൻ വിഷമമാണെന്ന് പ്രചരിപ്പിക്കാതെ. കൂട്ടത്തിലൊരു കാര്യമായിട്ട് സുധാകരൻ്റെ രോഗത്തെക്കുറിച്ചുള്ള പ്രചരണവും പൊതുസമൂഹം കണ്ടിട്ടുള്ളൂ. പക്ഷേ കാര്യമായി സുധാകരൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഇന്ന് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള ആ ഇൻ്റർവ്യൂ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം അദ്ദേഹം വിരമിക്കുന്നതിനൊരു രാഷ്ട്രീയ കാരണം മാത്രം കണ്ടുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏക ലക്ഷ്യം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പിന്നെ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നും അദ്ദേഹം അധികാരഭ്രഷ്ടനാകുന്ന 26 കൂടി അങ്ങനെ സംഭവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. UDF 2026 അധികാരത്തിൽ വരും, പിണറായി സ്ഥാനത്ത് നിന്ന് പോകും, അതോടെ ഞാൻ രാഷ്ട്രീയം മതിയാക്കും എന്നാണ്. സാർ, ഇപ്പോൾ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ഒരു അസ്മാദി എന്ന് പറയാം. ഈ KC വേണുഗോപാലിനെ കേരളത്തെ മുഴുവൻ നിയന്ത്രണത്തിൽ നിർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്ത മുഖ്യമന്ത്രി പദവിയൊക്കെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് VD സതീശനോ അല്ലെങ്കിൽ K സുധാകരനോ ആണ് വലിയ എതിരാളിയെങ്കിൽ K സുധാകരൻ ഒരു കീറാമുട്ടിയാണ്. അപ്പോൾ K സുധാകരനെ ആദ്യം ഒതുക്കണം, അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു. KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഈ മറ്റ് സ്റ്റേറ്റുകളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ ഉൾപ്പെടുന്ന ആ കുടുംബവുമായിട്ടുള്ള മമത വെച്ചുകൊണ്ട്
കെ.സി. വേണുഗോപാലിന് കേരളത്തിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും. ആ രീതിയിലുള്ള നീക്കങ്ങളുടെ ഒരു തുടക്കമാണിത് നമുക്ക് കരുതിക്കൂടെ? അല്ല, കെ.സി. വേണുഗോപാൽ ഒരു ഹൈമി കാമുകനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് നോക്കുന്ന 3-4 പേരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത് നമ്മുടെ മനസ്സിലിരിക്കുന്നതോടെ ഇതുപോലെ പല ആലോചനകളും വരും. പക്ഷേ കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ സേഫാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ സുനിയോജി പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അദ്ദേഹം പ്രിയങ്കരനല്ല. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ സർവാത്മന പ്രിയങ്കരായ ആരുണ്ട്? ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന നേതാക്കളെ അല്ലാതെ വേറെ ആരെയും അവർ അംഗീകരിക്കത്തില്ല. അത് തുടരുന്നിടത്തോളം കാലം നല്ല നേതാക്കൾ കോൺഗ്രസ് വളർന്നു വരത്തുമില്ല. ദീർഘകാലമായി പുലർത്തുന്ന താലോലിക്കുന്ന ഈ കുടുംബാധിപത്യം, ഡെമോക്രസിയിൽ ഡൈനാസ്റ്റി പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച ലോകത്തിലെ ഏക പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പോൾ ആ കുടുംബത്തിന് പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായ ബുദ്ധിശാലിയായ ഒരു നേതാവ്, തൻ്റെടിയായ ഒരു നേതാവ് കോൺഗ്രസ്സിൽ ഒരു സംസ്ഥാനത്തും ഇന്നില്ല. മാഡത്തിൻ്റെ മക്കളുടെയോ സേവകരാണ് ബാക്കി എല്ലാവരും. അത് കെ.സി. വേണുഗോപാലും ജയറാം രമേശും അടക്കം. അല്ലാതെ അതിനകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. ആ കൂട്ടത്തിലാണ് കണ്ണൂരിലെ തൻ്റെടിയായ കെ. സുധാകരൻ ഒക്കെ നമ്മൾ കാണുന്നത്. സുധാകരനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കാമെന്നോ മറ്റോ ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നു. പക്ഷേ അദ്ദേഹം അത് വർക്കിംഗ് കമ്മിറ്റി മെമ്പർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് MP ആയി തുടരുമായിരിക്കും. എന്നാലും പിണറായി ഇറക്കി 1 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച ആ ശിഷ്ടകാലമുള്ള MP സ്ഥാനം എന്ത് ചെയ്യും? അപ്പോൾ കണ്ണൂരിൽ വീണ്ടും ബൈ-ഇലക്ഷൻ വരും. ഇതുപോലുള്ള ഈ പണ്ട് കെ. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ RSSന്റെ ശാഖകൾക്കൊക്കെ കാവൽ നിന്നിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് ഇദ്ദേഹം RSS മനോഭാവമുള്ള ആളാണ്. ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ താല്പര്യമുള്ള നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ കോൺഗ്രസിൽ ഉയർന്നു നിന്ന പേര് സുധാകരൻ്റെ. പക്ഷേ സുധാകരൻ പറഞ്ഞു ഞാൻ പോകുന്നില്ലെന്ന്. ഇപ്പോൾ വീണ്ടും കേൾക്കുന്ന അഭ്യൂഹം ഒരുപക്ഷെ സുധാകരനെ പോലുള്ള ഒരു നേതാവിനെ BJP റാഞ്ചിയെടുത്താൽ അതിൻ്റെ ഒരു ഗുണം കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അത്തരത്തിലുള്ളൊരു ഊഹാപോഹങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇല്ല, സുധാകരൻ പണ്ട് ഗോപാലൻ ജനതയിലൂടെ കമലം ഗ്രൂപ്പിലൂടെയൊക്കെ വന്ന ആളാണ്. അദ്ദേഹത്തിന് ജനസംഘവുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടായിരുന്നു. RSSന് കാവൽ നിന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ അല്ല. അദ്ദേഹത്തിന് കണ്ണൂരിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം നിലപാടുണ്ടാകണമായിരുന്നു. അതായിരുന്നു 1970-80കൾ. അപ്പോൾ ആ കാലത്തെ ഒരു തീപ്പൊരി തൻ്റെടിയായിരുന്നു സുധാകരൻ. സുധാകരൻ മള്ളിട്ടത് മുഴുവൻ CPMകാരോടാണ്. CPMന്റെ ഗൂണ്ടാ രാഷ്ട്രീയത്തോട് കണ്ണൂരിൽ പിടിച്ചു നിന്ന ചുരുക്കം നേതാക്കളുടെ ഒരാളാണ് സുധാകരനെ ഇപ്പോൾ വധിക്കാനായിട്ട് പാർട്ടി എന്തെല്ലാം ഗൂഢാലോചനയും എന്തെല്ലാം നീക്കങ്ങളും നടത്തി. അതിലെ കൊക്കിന് വെച്ചത് നത്തിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ അത് ബോംബ് തിരിച്ച് വേറെ വല്ലവർക്കും കൊണ്ടുപോയി മരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കഥകളും ഉണ്ട്. അപ്പോൾ സുധാകരൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുക, സുധാകരന് EP ജയരാജന് വെടിവെക്കാൻ ആളിനെ തൂക്കം കൊടുത്ത് വിട്ടു എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ഒരുപാട് കണ്ണൂർ പൊളിറ്റിക്സുണ്ട്. കണ്ണൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആരോടെങ്കിലും ഒരു വൈരാഗ്യം വെച്ച് പുലർത്തി അസ്തമിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് സുധാകരനാണ്. സുധാകരൻ വലറവി ഗ്രൂപ്പിലൂടെ കോൺഗ്രസ്സിൽ വരികയും കരുണാകരന് പ്രിയപ്പെട്ടവനായി തീരുകയും ഒക്കെ ചെയ്യുന്നതോടെ അതൊരു കോൺഗ്രസിൻ്റെ വടക്കൻ രാഷ്ട്രീയത്തിനൊരു അസറ്റായി മാറി. അതായിരുന്നു ഇതുവരെയുള്ള ഒരു രീതി. അപ്പോൾ കോൺഗ്രസ്സിലെ നേതൃമാറ്റമൊക്കെ വന്നപ്പോൾ സുധാകരൻ KPCC പ്രസിഡന്റുമായി. ഇപ്പോൾ സുധാകരനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ തെക്കൻ ലോബിക്ക് മറ്റൊരു പൊളിറ്റിക്കൽ വിഷനുണ്ട്. അവരാണ് ഇപ്പോൾ കളിക്കുന്നത്. പക്ഷെ സുധാകരനെ അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം സമുദായ സമവാക്യങ്ങൾ കോൺഗ്രസ്സിൽ പാലിക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ ഈഴവ സമുദായം കോൺഗ്രസ്സിൽ നിന്ന് പാടയാകുന്നു പോയിരിക്കുന്നു. ഈഴവ സമുദായത്തിന് ഒരേ ഒരു MLA ഉള്ളു കോൺഗ്രസ്സിൽ നിന്ന്, K. ബാബു. പിന്നെ ഒരു നേതാവ് എന്ന നിലയിൽ ആക്റ്റീവായിട്ടുള്ളതും സുധാകരനാണ്. ആ സുധാകരനെ മാറ്റിയാൽ ഇപ്പോൾ പ്രായണ പാർട്ടിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഏരിയ പൂർണ്ണമായും ഇല്ലാതെയാകുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവൊക്കെ ഭയങ്കര കഷ്ടത്തിലായിരിക്കും. എന്തായാലും കളികൾ നടക്കട്ടെ, വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അത് അവരുടെ ജോലിയാണല്ലോ. അതെ.